ഗവൺമെന്റ് ടൗൺ യു.പി. സ്കൂളിന്റെ നേതൃത്വത്തിൽ ഫിഫ വേൾഡ് കപ്പ് വരവേൽപ്പിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ വിളംബര ജാഥ സംഘടിപ്പിച്ചു. ദീപശിഖയും ഫുട്ബോളും കൈയിലേന്തി സ്കേറ്റിംഗ് ഷൂ അണിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അകമ്പടിയോടെ വിവിധ ടീമുകളുടെ ജേഴ്സി അണിഞ്ഞ വിദ്യാർത്ഥികൾ ഹൈഡ്രജൻ ബലൂൺ കയ്യിൽ പിടിച്ച് വളരെ ആവേശത്തോടെയാണ് ജാഥയിൽ പങ്കെടുത്തത്. ജാഥയിൽ വിദ്യാർത്ഥികളുടെ വിവിധ കലാപ്രകടനങ്ങളും ഫിഫ വേൾഡ് കപ്പിനോടുള്ള പിന്തുണയുമാണ് പ്രകടമായത്. പരിപാടി വിദ്യാർത്ഥികളിലും നാട്ടുകാരിലും വലിയ ആവേശമാണ് സൃഷ്ടിച്ചത്. ആരോഗ്യ കമ്മിറ്റി ചെയർമാൻ നിസാം കാവിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികളും അതോടൊപ്പം മറ്റ് ജനങ്ങളും ആഹ്ലാദത്തിന്റെ നിമിഷത്തിലാണ്. കാരണം ഫുട്ബോൾ 1930 ആരംഭിച്ചതിന് ശേഷം 96 വർഷങ്ങൾ പിന്നിട്ട് 96ാമത്തെ വർഷവും ഇന്നത്തെ രാത്രി 12 ഇന്ത്യൻ സമയം 12:30 മെക്സിക്കോയിൽ വെച്ച് മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ആദ്യ പോരാട്ടം നടക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നമ്മൾക്കൊന്ന് നോക്കാൻ പോലും എത്താൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നമ്മുടെ ഇന്ത്യ. വാർഡ് കൗൺസിലർ മുബീർ സോടനാട്, ഹെഡ് മിസ്ട്രസ് ജെസ്സി വർഗീസ്, SMC ചെയർമാൻ ഷുക്കൂർ വഴിച്ചേരി, MBTA പ്രസിഡന്റ് സരിത, കൗൺസിലർ അസീം നാസർ, 40ാം വാർഡ് കൗൺസിലർ ജലീൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് കായിക അധ്യാപകൻ ജാബിറിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് ആവേശമായി ഷൂട്ടൌട്ട് മത്സരവും പായസ വിതരണവും നടത്തി. ഫുട്ബോൾ മാമാങ്കത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളും അതിൻ്റെ ആഘോഷം നമ്മുടെ സ്കൂളിലും എത്തിച്ചേർന്നിരിക്കുന്നു. കാര്യം കുട്ടികളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. കാര്യം നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴും കുട്ടികൾ ബ്രസീൽ, അർജന്റീന, പോർച്ചുഗൽ എന്നും പറഞ്ഞ് അവർ തന്നെ സംസാരം ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് വലിയ ആഗ്രഹമായിരുന്നു നമ്മുടെ മണ്ണിൽ വെച്ച് ഈ ലോകരാജ്യങ്ങളായ ഈ ഫുട്ബോളിൽ പങ്കെടുക്കുന്ന 48 രാജ്യങ്ങൾക്കും ആശംസകൾ നേർന്ന് നമ്മുടെ സ്കൂളിൽ വെച്ച് നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു യാത്ര നടത്തണമെന്ന്. അപ്പോൾ അത് വിജയകരമായി പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു. അധ്യാപകൻ ജാബിറിന്റെ നേതൃത്വത്തിൽ കായംകുളം ഗവൺമെന്റ് ടൗൺ യു.പി. സ്കൂളിന് കായിക മേഖലയിൽ വളരെയധികം അംഗീകാരങ്ങൾ ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കായംകുളം.